മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാണ്, പച്ച നുണകളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ. ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് സുപ്രഭാതത്തിൽ 64,000 പേരായി മാറിയത്? ഇന്നത്തെ വാർത്ത എന്താ? തിരുവനന്തപുരത്തിൽ സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചെന്നാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അവരെ അതീവ ദരിദ്രരെ കൂട്ടത്തിൽപ്പെട്ടില്ല സ്ത്രീ. എങ്കിൽ ഇന്നത്തെ വാർത്ത അതാണ്. ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറെ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ്. പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. അവരെ അതീവ ദരിദ്രയല്ലേ? അവർ ഈ ലിസ്റ്റ് പെട്ടില്ലേ? എത്രയും ഇതിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്നും കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. ഇപ്പൊ കേന്ദ്രത്തിന്റെ മുന്നിൽ സംസ്ഥാനത്ത് ദരിദ്രരിൽ അതീവ ദരിദ്രരിൽ ഇല്ലാത്ത ശരിയാവോ? അപ്പൊ എന്ത് പ്രഖ്യാപനമാണ്? തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന PR പ്രൊപ്പഗാൻഡയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അതിന്റെ കൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കുന്നു.